ഈ നോമ്പിന് ആരും ഇനി ചെറുനാരങ്ങ പിഴിഞ്ഞ് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റിനുള്ളിൽ, ഒരു മിനിറ്റൊന്നും വേണ്ട കേട്ടോ, അതിനുള്ളിൽ തന്നെ നമുക്ക് നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ നോമ്പിന് നമുക്ക് കുറച്ച് ടൈമൊക്കെ ലാഭിക്കാനായിട്ട് എളുപ്പമാണ്. കാക്ക നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ആരോ ഇരുന്ന് വിളിക്കുന്നു. നോമ്പിന് ആരും ആയിട്ടുണ്ടാവില്ല, നാരങ്ങ വെള്ളം നമുക്ക് നോമ്പിന് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലെമൺ പൗഡറൊക്കെ ഇല്ലേ, അതിനെക്കാട്ടിനും സ്മെല്ലും ടേസ്റ്റുമാണ് കേട്ടോ. ഈ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഈ പൗഡർ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നോമ്പിന് മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്തും നമുക്കിത് എളുപ്പമാണ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനിവിടെ ഒരു 1/2 കിലോ നല്ല പഴുത്ത നാരങ്ങയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അതാണ് മെയിനായിട്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇതിൽ, എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പൗഡർ രൂപത്തിൽ ഇത് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. നിങ്ങളുടെ കയ്യിൽ മറ്റേ സംഭവം ഉണ്ടല്ലോ പിഴിയണത്, അതുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിത് ആക്കിയപ്പോൾ അത് പിഴിയാൻ പറ്റണില്ല. അപ്പോൾ അതിനത് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ കുറച്ചല്ലേ ഉള്ളൂ, പിന്നെ വലിയ പ്രശ്നമില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങ ആ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 കിലോന് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിക്കുക. എന്നിട്ടിതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. 1/2 കിലോ ചെറുനാരങ്ങയ്ക്ക് ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് വേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലർ ഏലക്കായുടെ പൊടിയൊക്കെ ചേർക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ഇതേപോലെ സ്റ്റീൽ ബൗളാണ്. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുനാരങ്ങ നീരും ഇഞ്ചി നീരും കൂടിയിട്ടാണ്. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തരി കൂടുതലുള്ള പഞ്ചസാര എടുക്കുക. ചിലതിങ്ങനെ നൈസായിട്ടുള്ള പഞ്ചസാര ഉണ്ടാവില്ലേ, അതല്ലാതെ ഇങ്ങനെ കട്ടിയുള്ള ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ, അതാണ് എടുക്കേണ്ടത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കുന്നുകൂടി ഒന്നും ഇടരുത് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറ്റിച്ചിറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. അല്ലാതെ ഇത് അങ്ങനെ കൂടെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ 2-3 പാത്രത്തിലായിട്ടാണ് ആക്കിയത്. എൻ്റെ ഇത്തിരി വലുതായതുകൊണ്ട് ഞാൻ 2 പാത്രത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വല്ലാതെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങാനായിട്ട് ടൈം എടുക്കും. പിന്നെ കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മറ്റേ പാത്രത്തിൽ ഒഴിച്ചത് പെട്ടെന്ന് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ടൈം എടുക്കും. ഞാനിവിടെ ഒരാഴ്ചയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1.5 ആഴ്ചയോളം ഇത് വെക്കാം കേട്ടോ. ഇത്രയൊന്നും വേണ്ട, ഞാനിവിടെ അധികം ഒഴിച്ചത് കൊണ്ടാണ്. ഒരാഴ്ച കറക്റ്റായിട്ട് 4 ദിവസമൊക്കെ മതിയാവും. ഇത് വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഫാനിൻ്റെ ചോട്ടിൽ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് തന്നെ വെറുതെ വെച്ചാൽ മതി. മൂടി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വലയിട്ടിട്ട് മൂടി വെച്ചാൽ മതി. അങ്ങനെ ഇവിടെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇവിടെ റെഡി ആയിട്ടുള്ളത്. കണ്ടോ, ഞാനിവിടെ കറക്റ്റായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് അടിയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് പഞ്ചസാര മേലേക്ക് ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ഇതേപോലെ പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലോണം ഉണങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഉണക്കക്കുറവുണ്ട് എന്നുണ്ടെങ്കിലത്തെ കഥയാണ് പറയുന്നത്. കണ്ടോ, എത്ര നൈസായിട്ടുള്ള പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. അരിക്കയും കൂടി ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇടുന്ന സമയത്ത് നാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തപ്പോൾ ഈ ഒരു 1/2 കിലോന് ഇത്രയ്ക്കും ഈ ഒരു ജാറിൻ്റെ 3/4 ജാറോളം നമ്മുടെ ചെറുനാരങ്ങ ലെമൺ പൗഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എളുപ്പമാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ഈ നോമ്പിന് ഇതൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.